നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഈ മുസ്ലിം സമുദായം ഞാനുൾപ്പെടെ വേണ്ടത്ര ആലോചന കൂടാതെ പ്രവർത്തിക്കുന്ന 100 ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒന്നിട്ട് കഴിഞ്ഞ് സൂചിപ്പിക്കും. ആരും ആരും പ്രയാസപ്പെട്ടെടുത്ത് കാര്യമില്ല, സത്യം പറയണം. അതായത് തെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ശിക്ഷയാണ് തെറ്റിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടന. അതുപോലെ ഖുർആനും അത് തന്നെയാണ്. തെറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുറ്റമാണ് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ തെറ്റ് നമ്മൾ കണ്ടിട്ടും ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് മുനാഫിക്കാണ്. അതായത് കപട വിശ്വാസികളും മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, വെള്ളാപ്പള്ളിയെക്കുറിച്ച് സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞത് ചന്ദന മരത്തിൽ ചുറ്റിക്കിടന്ന വിഷപ്പാമ്പാണ്. അത്രയും പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ആൾ കേരളത്തിലുണ്ടായതോ? അദ്ദേഹത്തെ സമുദായത്തെക്കുറിച്ച് തന്നെയാണ്. 2 ഈഴവരാണ്. മറ്റുകൂടി പറഞ്ഞു മോഹൻലാൽ എല്ലാം വായ്പകൾ ഒന്നും ഓർത്തില്ലാന്ന്. ഇതൊക്കെ പുറത്തേക്ക് പറയാൻ അഴീക്കോട് സാറിനെക്കുറിച്ച് അല്ലാതെ ആർക്കും ധൈര്യമുണ്ടോ? അപ്പോൾ ഞാൻ മൊയ്തീൻ ഷാ പറയാണ്. അതാണ് മണ്ടമാൻ. ഞാൻ ചെറിയ ഉദാഹരണം, എൻ്റെ ഒരു അളിയനുണ്ട്, പാറക്കാടൻ സയ്യിദ് ഉമ്മദ് മകൻ സുലൈമാൻ. മുസ്ലിയാരാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ആൾ തന്നെയാണ്. അദ്ദേഹം ഫാദർ HMT കളമശ്ശേരിൽ. അദ്ദേഹം ഒരു അല്പം തമാശക്കാരും കൂടിയാണ്. ഒരു പള്ളിയിൽ ജുമാക്ക് പ്രസംഗിക്കുമല്ലോ, അതിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാതെ പുള്ളി പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും വീടില്ലാന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം പുള്ളി പ്രസംഗം തുടങ്ങി ഒരു അരമണിക്കൂർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജബൽ ഖുബൈസ് റളിയല്ലാഹു എന്ന് പറഞ്ഞു. അത് ഇന്ന മഹാന്മാരുടെ പേര് കേൾക്കുക. പ്രവാചകന്റെ പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും, മറ്റുള്ള മലക്കൊക്കെ ആണെങ്കിൽ റളിയല്ലാഹു അൻഹു അൻഹ എന്നൊക്കെ ചേർക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം കണ്ടോ എന്താണ് ജബൽ ഖുബൈസ്? മഹാനായ ജബൽ ഖുബൈസ് എന്ന് പറഞ്ഞ ഖുബൈസ് എന്ന പർവ്വത്തിൻ്റെ പേരാണ്. അപ്പോൾ വീടും ഉണ്ടായില്ല. ഏറ്റവും വലിയ ഇതാണ്. അതുപോലെയാണ് ഞാൻ പറയാൻ കാരണം, എനിക്ക് വേണമെങ്കിൽ ഉപമയിൽ കൂടി പണ്ട് അങ്ങ് നടന്നു എന്നൊക്കെ പറയാം. അതല്ല, യഥാർത്ഥത്തിൽ പറയാണ്. ബാദരി സാഹിബിനെ കുറിച്ച് എന്നെയാണ് പറയുന്നത്. മദ്രി സാഹിബിന് അള്ളാഹു നല്ലൊരു പ്രസംഗിക്കാൻ കഴിവുള്ള നാവ് കൊടുത്ത്, അത്യാവശ്യം അറിവും കൊടുത്തു. അത് പുള്ളി വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ പുള്ളിയും നശിച്ചു, പുള്ളി ആ ഗ്രൂപ്പ് നശിപ്പിച്ചു. നിങ്ങൾക്കറിയാം, പൂന്തറ സിറാജ് അത്ര നിസ്സാരക്കാരായതില്ല. അന്ന് അവസ്ഥ 70-75 സ്വന്തം വീട്ടിൽ TV ഉപയോഗിച്ച ആളാണ്. അംബാസ് കാർ നടത്തിയ ആളാണ്. അദ്ദേഹം ദരിദ്രമായി മരിച്ചപ്പോൾ വാടക വീട്ടിൽ കഴിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒക്കെ ഈ പാർട്ടി പൊട്ടിയാണതാ. ഒരാൾ രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ അവർ ആഭ്യന്തര കാര്യമാണ്. ബഹുമാനപ്പെട്ട PDP പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, യുവാക്കളെ, നിങ്ങൾ എന്നോട് ദേഷ്യം വയ്ക്കരുത്. കാരണം എന്നറിയോ, അദ്ദേഹം പലപ്പോഴും ആഴ്ചയൊരിക്കൽ ഒരു മാസത്ത് പറയും, ഉസ്താദ് സീരിയസ് ആണ്, നിങ്ങൾ ദുആ ചെയ്യണം, പൈസ അയച്ചിടണം എന്നൊക്കെ പറഞ്ഞുള്ളത് വരും. അറിയാം, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആരോഗ്യം മോശമാണെന്നാണ് കോടതിയിൽ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം പാർട്ടി അതെല്ലാം അറിയാമല്ലോ. ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വഫാത്തായി എന്ന് പറഞ്ഞാൽ മരിച്ചു ഇന്നലെ. അദ്ദേഹം പല ബ്രിട്ടനിലോ അമേരിക്കയിലോ വർഷങ്ങളായിട്ട് ജീവിച്ച ഒരു വിദേശ മലയാളിയൊന്നുമല്ല. ഈ കൊല്ലം പട്ടണത്തിലുണ്ടായ ആളാണ്, വർഷങ്ങളായിട്ട് ഉള്ള ആളാണ്. കുറച്ച് നാളായിട്ട് സുഖലയിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പിന് കൊണ്ടേ കണ്ട് സലാം ചൊല്ലി പോരാൻ പാടില്ല, വലിയ കുഴപ്പമില്ല. ഇത് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ജീവൻ മാത്രം നിലനിൽക്കൊരു മനുഷ്യൻ ആ ആൾക്കൂട്ടത്തിലിട്ട് കഷ്ടപ്പെടുന്നുണ്ടപ്പോഴേ വാസ്തവമായി ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെയൊക്കെ ചന്തിക്കടിക്കണം ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ആവശ്യം എന്താണ് ഈ മനുഷ്യൻ അന്ത്യമായിട്ട് നോക്കി കാണാൻ വരുന്നത്? ആദ്യമായിട്ട് കാണാതിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വലുതാണോ? വർഷങ്ങളോളം കൊല്ലം പട്ടണത്തിൽ ജീവിച്ച ആൾ, കൊല്ലം പട്ടണത്തിൽ ആൾ ഇടപ്പള്ളിക്കാരോട്ടാണെങ്കിൽ കൊല്ലത്താണ്. അങ്ങനെ നിന്ന് സൂലഘട്ടത്തിൽ വർഷങ്ങളായി. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന തെറ്റു പറയാൻ പറ്റില്ല. മരിക്കുമ്പോഴായിട്ട് കാണാൻ തരിക, മയ്യത്ത് കാണും തെറ്റുമില്ല, ശരിയാണോ ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതിയും അവിടുത്തെ തിരക്കുകൾ മനസ്സിലാക്കണം. എന്തൊരു പാടുപെട്ട അവസരം കൊണ്ടേ കണ്ടുമില്ലെന്ന് സംശയം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം, നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുക. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി വളരെ മാതൃകാപരമായി ചിന്തിച്ച ആളും യുക്തിപരമായി ചിന്തിച്ച ആളാണ്. ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, അയുക്തി ഇല്ല. പിന്നെ ഇതല്ലോ തന്ത്രമുണ്ട്, കുതന്ത്രമില്ല.
എന്തിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക? ഇത്രയും സീരിയസ് ആയി ജീവൻ മാത്രം നിലനിൽക്കുന്ന ഒരു മദരി സാഹിബിനെ ആ ആൾക്കൂട്ടത്തിൽ കൊണ്ട് ഒരു നോക്കുന്നത് കാണാമെന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറഞ്ഞത് കാണുന്നത് തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെ, ഒരു സംശയമില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം കാണുന്നില്ലല്ലോ. സുഖമില്ലാതെ ഇരുന്ന സമയത്ത് പോയി കണ്ട് ദുആ ചെയ്ത് പോരാം. മേലാൽ അതുപോലെ ആവർത്തിക്കരുത്. മദരി സാഹിബ് മാത്രമല്ല, എല്ലാ വിഡ്ഢികളോടും പറയാണ്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പേര് ഞാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് പേര് മാറ്റുന്നില്ല? അതല്ലേ വെള്ളപ്പള്ളിയിട്ട് കിട്ടുകിട്ട് കുത്തുന്നത്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും വെള്ളപ്പള്ളിയും പിണറായിയും വന്ന് അടക്കും LDF ഗവൺമെൻറ് അധികാരത്തിൽ കയറും എന്നറിയോ? അത് കേന്ദ്രം സംഘപരിവാർ ഗ്യാരണ്ടി കൊടുത്തടാ. നിങ്ങൾ മുസ്ലിം വിരോധം പറഞ്ഞോ, പേരിന് വേണ്ടി ക്രിസ്ത്യൻ പറഞ്ഞോ, തിരുത്തിരിക്കായിക്കോട്ടെ, ഭരണം നിങ്ങൾക്ക് നിൽക്കുക, ഞങ്ങൾ ഇത്ര ഭരിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് നശിപ്പിച്ച് ഇടതുപക്ഷം ഭരിച്ച് ഇടതുപക്ഷം നശിപ്പിച്ച് അവസാനം BJP വരും. അതൊക്കെ അവരെ കണക്കൂട്ടില്ല, നിങ്ങളുടെ മുക്കക്കാശ് കണക്കൂട്ടിലില്ല. ഇന്നൊരു മഹാൻ പറഞ്ഞില്ലേ, മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഇടോ വിഡ്ഢി കോതെ, നീയൊക്കെടോ മുസ്ലിം എന്ന് പറയുന്നത്? എടോ എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ ആ പറഞ്ഞ ആ വാക്കിൻ്റെ പ്രതിധ്വനി എത്ര കണ്ട് ആഴത്തിൽ പോയെന്നറിയോ? സംഘപരിവാറും ഇപ്പം പിണറായി വിജയനും എടുത്ത എല്ലാ കാര്യം 100% വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എന്താണ് വിജയിച്ചിരിക്കുന്നത്? ഭരണം പിണറായിക്ക് ഉറപ്പാണ് കൊടുത്ത്, കേന്ദ്ര അല്ലെങ്കിൽ സംഘപരിവാർ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇത്ര ഭരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിം വിരോധം പറഞ്ഞ് മുസ്ലിങ്ങളെ അകത്തി നിർത്തണം, എങ്കിൽ നമ്മൾ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലേ ഇപ്പം നടക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ മണ്ടനാണോ? വെള്ളപ്പള്ളി അത്ര മണ്ടനാണോ? അല്ലെങ്കിൽ വെള്ളപ്പള്ളി നിയന്ത്രിക്കുന്ന ഉപദേശിക്കുന്ന ബുദ്ധിജീവികളില്ലേ, എന്നിട്ട് എൻ്റെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഉൾക്കണ്ണ് വേണം, ഉൾക്കാഴ്ച വേണം. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേരിട്ട് കിട്ടണം, ഇതിലൊക്കെ ചിന്ത വരുള്ളൂ. അല്ലെങ്കിൽ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഏതോ സലാമ ഗുലാമ ഉണ്ടല്ലോ, അവനൊക്കെ പറഞ്ഞ പോലെ കുഴിക്കാണ്, അതിൽ ചാടാണ്, സ്വന്തം കുഴി വെച്ചാലേക്ക് ചാടാണ്. എത്ര ഇത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘം ഉണ്ടായിരുന്നു, സിമി എന്ന് പറഞ്ഞു, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അത് പറഞ്ഞ ശേഷം തന്നെ മാധ്യമത്തിൽ എൻ്റെ റിപ്പോർട്ട് വരുന്നില്ല. എനിക്കൊന്നും വിഷയമല്ല, വരട്ടെ വരായിക്കട്ടെ. അവരെന്താ പറഞ്ഞത്? മണ്ടന്മാരെ, ബുദ്ധിശൂന്യരെ. ഇതൊക്കെ ഞാൻ ഈ സമുദായത്തിൽപ്പെട്ടാണ്. എനിക്കും എൻ്റെ ഗ്രൂപ്പിലേക്ക് വിഷമമുണ്ട്. എന്താ പറയുമോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൻ്റെത്. എന്താണ് സംഘപരിവാർ ഇത്? ഇന്ത്യയുടെ അവസാനവും ഇസ്ലാമിൻ്റെ അവസാനവും ഇന്ത്യയിൽ തന്നെ വല്ല കാരണമുണ്ടോ വടി കൊടുത്ത് അടി വായിക്കട്ട്? മറിച്ച് മാനവ മോചനം ഇസ്ലാമിലൂടെ പറഞ്ഞെന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുദ്ധിശൂന്യർ, വലിയ ബുദ്ധിയുള്ള ജീവിതമാണ് സിമി എന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. നമ്മുടെ KT ജലീലൊക്കെ അതിൽപ്പെട്ടാണല്ലോ. മറ്റൊരുപടി ആൾക്കറിയാൻ പേരുന്നില്ല. എടോ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൻ്റെ പറയുന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അതിൽ ആശയം, പ്രതിധ്വനിയും, അതിൽ അബ്ദധാരയും, അതിൽ അടങ്ങിയിരിക്കുന്ന ആപത്തും. ഉടനെ സംഘപരിവാർ പറഞ്ഞില്ലേ ഇസ്ലാമിന് അന്ത്യവും ഇന്ത്യയിൽ തന്നെ. വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങളുടെ ഞാൻ മുസ്ലിം അല്ലേ, നമ്മുടെ പ്രവാചകൻ പറഞ്ഞ അങ്ങനെയല്ലെന്നേ. അദ്ദേഹം പറഞ്ഞ് വളരെ ബുദ്ധിപൂർവ്വം ശാസ്ത്രീയവും മനഃശാസ്ത്രമായിട്ട് ഫിലോസഫിക്കലിയാണ്. മനസ്സിലായില്ലേ? മമതാനി ഖുർആൻ തൊട്ടാണ്, അത് പൂജയല്ല നടത്തി. ഇവിടെ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഷാഫിയുടെ കാര്യം പറഞ്ഞല്ലോ, അയാൾ ധൈര്യം കാണിച്ചില്ല. ഈടോ ആത്മാർത്ഥ്യം സാക്ഷ്യത കാണിച്ചാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ മാതിരി ഇപ്പോൾ മുസ്ലിം ലീഗും അല്ലെങ്കിൽ പിന്നെ ഇതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനാണ് ഇപ്പോൾ അത് അവരൊക്കെ ധാരണ മലപ്പുറമാണ് ഇന്ത്യ എന്നാണ്. എടോ, ഇന്ത്യയിൽ മലപ്പുറം പോലെ 600 പോക്കറ്റുകൾ ഉണ്ടാകെ മുസ്ലിം ലീഗിൽ പറഞ്ഞത് 600 പോക്കറ്റുകൾ. ഈ 600 പോക്കറ്റിലും പട്ടാളത്ത് നിർത്തിക്കൊണ്ടാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. രണ്ടാമത് ബാബരി മസ്ജിദ് വിധി പ്രഖ്യാപിച്ചും അതിനെ സംഭവിച്ചത്. കാരണം ഇന്ത്യൻ പട്ടാളമാണ്, ഇന്ത്യൻ പട്ടാളം ശക്തരാണ്. ഇന്ത്യൻ പട്ടാളം തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് മാത്രം സാധിക്കാൻ പാടില്ല. കാരണം പട്ടാളം ഉടനെക്കഴിഞ്ഞാൽ അത് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ആത്മാഭിമാനമാണ്, അന്തസ്സാണ്. 600 മലപ്പുറം പോലെ 600 പോക്കറ്റിൽ ആകെ 500 ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യയിലുണ്ടായത്. അത് കൂട്ടി ചോദിപ്പത് മഹത്തായി ഇന്ത്യ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഭാരത് എന്ന് പറഞ്ഞില്ല, 600 പോക്കറ്റിലും പട്ടാളത്തെ കാലത്ത് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയതിന് ശേഷമാണ് കൊടുത്തത്. ഇതൊക്കെ അവർക്കറിയാം. ഏറ്റവും ഒപ്പ് ഗ്ലാസ് വലിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിക്ക് ഭരണകൂടത്തെ അറിയാം. അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് പണിയതാണല്ലോ. ഇത് കണ്ടിന്യൂറ്റിയാണ്. ഒരു ഭരണം കഴിഞ്ഞാൽ തീർന്നല്ല, ഫയൽ അവിടെ ഉണ്ട്. ആ ഫയലിൽ എടുത്ത് കമ്പ്യൂട്ടർ എടുത്ത് കിട്ടും. ഇപ്പോൾ ഷാജി എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് ഒരു ബട്ടർ പറ്റിയാൽ ഞാൻ എവിടെ ഇരിക്കുന്നവരെ അറിയാൻ പറ്റും.
നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വെള്ളാപ്പള്ളിക്ക് നിങ്ങൾക്ക് ഇട്ടുന്ന ഏരിയക്ക് ഇട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ചില സംഘപരിവാറും. അത് നിങ്ങൾ കൊത്തിയിലിടോ കാക്കന്മാരെ. 80% പിന്നോക്ക ഇതിൽ ന്യൂനപക്ഷ ഐക്യകാലത്തിൻ്റെതാണ്. അതിൽ വെള്ളാപ്പള്ളി SNDP ഉണ്ട്, പുലിയ മഹാസഭയുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അങ്ങനെ അല്ലൊക്കെ ഉണ്ട്. ശക്തമായിരുന്നത് അതെല്ലാം നാമാശേഷാക്കില്ലേ. ഇത് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കും. ജനതാദൾ പാർട്ടി പിന്നോക്കൻ്റെ പാർട്ടിയായിരുന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ ജനതാദളിന് 27 MP രാജ്യസഭയിൽ ലോക്സഭയിൽ. അത് പോയി 3 പേർ 4 പേരായി. അതിന് പ്രസിഡൻസായിട്ട് വേണ്ടി നമ്മുടെ ശ്രേയസ് കുമാർ എത്ര കോടി മുടക്കി. ഞാൻ എൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രസിഡന്റാണ്. ഞാൻ 10 ദിവസം മുടിക്കില്ല, പിന്നീട് പണം മുടിക്കില്ല. അതുകൊണ്ട് നടന്നോ? അതുപോലെ നിങ്ങൾ ചിന്തിക്കും പോലെ അല്ല ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന മുസ്ലിമിൻ്റെ പേര് മാറ്റി ദേശീയതയിൽ എത്താത്തത്? ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാക്കാൻ സമ്മതിക്കുമോ? 0-ൽ നിന്ന് വളർന്ന BJP സംഘപരിവാരം ഉള്ളിടത്ത കാലം നിങ്ങൾ ധരിക്കുന്നില്ല. നിങ്ങളെയൊക്കെ കുപ്പിയിലൊക്കെ അവർക്കറിയാം. ഇത് ഞാനെങ്കിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട മുസ്ലിം സമുദായമുണ്ട്, അവർ വിഷമത്തിലാവും. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. കാര്യങ്ങൾ പോക്ക് അങ്ങനെയല്ല, നിങ്ങൾ ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേര് മുസ്ലിമിൻ്റെ പേര് പറ്റി ദേശീയതായിൽ വന്നുകൂടാ? മലപ്പുറത്ത് ജില്ലാ പ്രസിഡന്റിന് എന്താണ് കരിയോല ഒഴിക്കാൻ, പിണറായിയുടെ മുഖത്ത് കരിയോല ഒഴിക്കാൻ പറഞ്ഞാൽ അവാർഡ് തരാന്നൊക്കെ പറഞ്ഞാൽ എന്തടോ ആ വാക്കിനെ കർഷം. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് എത്ര പുറകിൽ പോയതറിയോ? അത് ഇടതുപക്ഷ എത്ര കവർ ചെയ്തറിയോ? അവർ മണ്ണിങ്ങനെ കോൺഗ്രസിനൊക്കെ മണ്ടന്മാരല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, പെടങ്ങിയിട്ട് കാര്യമില്ല. മരിച്ചാൽ എൻ്റെ ജീവനിലോടുത്ത കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. 20% മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. ഏതാണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാലും ശരിക്കും കണക്കെടുത്താൽ 17 വർഷമായിട്ട് കണക്കെടുത്തില്ല, എടുത്താൽ കൂടുതലാണ്. എന്തുകൊട്ടെ 30 കോടിയോളം ഉണ്ടെന്ന് വയ്ക്കാം. അതിൽ 99.9% വോട്ടും ഈ രാഹുൽ ഗാന്ധി കിടക്കുന്ന മണ്ടൻ കിടത്ത പാർട്ടികൾ കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഇലക്ഷൻ നടക്കുന്ന 3-4 സംസ്ഥാനങ്ങളിലേക്ക് കമ്മിറ്റി ഉണ്ടാക്കി ചുമതലപ്പെടുത്തി. ഇവിടെ അത് ഒരാളെങ്കിലും മെയിൻ ധാരയിൽ മെയിനായിട്ട് സംസ്ഥാനത്ത് വയ്ക്കാൻ ഉള്ളത് മുസ്ലിമിനെ ചെയ്തോ? ഇല്ല. കേരളത്തിൽ ആര് വെച്ചത്? കാശ്മീരിൽ നിന്ന് ഒരു കാക്കാനെ. അയാൾക്ക് എന്തറിയാം കേരളത്തെക്കുറിച്ച്? അയാൾ വിമാനത്തിൽ വന്ന് പോയി ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോകും, മൊഴി ഒപ്പിട്ട് പോകും, കുറച്ച് കാശും കൊടുക്കും. അയാൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിച്ചില്ല എന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല. എന്തറിയാം? അല്ലാതെ അടുത്തുള്ള തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ആളെ വയ്ക്കാൻ പാടില്ലേ? ഇല്ല. അപ്പോഴും അവർ ആധിപത്യ സ്ഥാനം നിർണ്ണയം വരുമ്പോഴും ഒരു ചർച്ച വരരുത്. 20% ഈ മുസ്ലിം സമുദായം അത്രയുള്ള ഒരു വർഗം ഇന്ത്യയിലിരുന്നേ. നിങ്ങൾ ഈ ലീഗരും മദ്രസായും വന്ന മണ്ടത്രല്ല മൊയ്തീൻ ഷായും ഗ്രൂപ്പാണ്. ഇത് ബുദ്ധിരാക്ഷസന്മാരുടെ സംഘടനയാണ്, ഗ്രൂപ്പാണ്. വലിയ ബുദ്ധിരാക്ഷസന്മാരെ. മൊയ്തീൻ ഷാ മടതിയെ പോലെ മണ്ടനാണ്. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള 30 പേരിൽ ഒരാൾ മാത്രം ഞാൻ, ബാക്കി 30 പേരും വളരെ ബുദ്ധിരാക്ഷസന്മാരാണ്. നിങ്ങൾ ധരിക്കുമ്പോഴല്ല പോകുന്നത്. 20% ഇല്ലേ? നിങ്ങൾക്ക് 2ാമത്തെ സ്ഥാനത്തിൽ മുസ്ലിം കൊടുത്തൂടെ? രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എത്രയുണ്ട്? ബ്രാഹ്മിൻസ് എത്രയുണ്ട്? ക്ഷത്രിയ എത്രയുണ്ട്? വൈശ്യ എത്രയുണ്ട്? ശൂദ്ര എത്രയുണ്ട്? മൊത്തം നോക്കിയാൽ ഈ 20% വെച്ച് ഒരു പാർട്ടിയും ഇന്ത്യയിൽ ഇന്നില്ല, ഒരു ജാതിയില്ല. ആകെ ഉണ്ടായത് പിന്നെ ദളിതുണ്ടായി 20%. അതിപ്പോൾ അത്ര അത് 20 ഗ്രൂപ്പിലാണ്. ഇത് 20% ബ്ലോക്കായിട്ട് 99.9% വോട്ടും ചെയ്തിരിക്കുന്ന ആർക്കാണ്? ഈ രാഹുൽ നയിക്കുന്ന ഈ കത്തോലിക്ക കോൺഗ്രസ് അല്ലേ, അല്ലെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കല്ലേ? എന്നിട്ട് എന്തോ 2ാമത് സ്ഥാനം കൊടുക്കാത്തത്? എന്താ? വൈ നോട്ട്? എന്താ കാരണം? എന്താ? ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിനെ, ഒരു നിരീശ്വരവാദിയെ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് അങ്ങോട്ട് ഡൽഹിയിലേക്ക് അവരോധിച്ച് കാണിപ്പോൾ. നിരീശ്വരവാദിയല്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ദൃഢപ്രതിജ്ഞയോ, അത് കുത്തിപ്പൊക്കിയാൽ ഇവിടെ ലീഗ് ആക്കാൻ വരും, ഒറ്റ കുറെ കാക്കാൻ വരും. മനസ്സ് രക്തം തിളക്കാണ്. കാരണം ഇത് അനീതിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ മനസ്സ് പതറും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയണം. കാരണം നിനക്ക് ഇത്രയും ചിന്താശക്തി വന്നിട്ട് നീ എന്താടാ മോനെ, നീ എന്താടാ അതിനെ പ്രതികരിക്കാതിരുന്നത്? ചൂണ്ടിക്കാണിക്കുമ്പോൾ എൻ്റെ അവകാശമാണ്, എൻ്റെ കടമയാണ്. അവകാശം എൻ്റെ കടമയാണ്. എന്താണ്? ഈ സമുദായത്തിൽ പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചിന്താശക്തി, അവർ പണി ജീവിക്കുന്നില്ല, വേറെ ഒരു ആഗ്രഹമില്ല. സമാധാനമായിട്ട് ജീവിക്കണം, മതപരമായ ചടങ്ങ് നടത്തണം, അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് മരിച്ചു പോകണം. അത് വേറെ ഒരു അധികാരം പിടിച്ചെടുക്കാനോ മന്ത്രിയാകാനോ MLA ആകാനോ ഒന്നുമില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാർ 90% മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. അവർ രാജ്യത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ സ്നേഹിക്കുന്നു, പണി ജീവിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനീ പറഞ്ഞത്. അല്ലാതെ കുഞ്ഞാക്കും തങ്ങൾക്കും വേണ്ടിയില്ല.
കുഞ്ഞാക്കങ്ങ് ഞങ്ങളൊക്കെ ബുദ്ധിരാക്ഷസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പേര് മാറ്റാൻ പറയും. എത്ര വർഷമായി പറയുന്നത്, നിങ്ങൾ മാറ്റുന്നുണ്ടോ? ഈ മലപ്പുറം പറയൂ അങ്ങനെ. കാരണം ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് മനഃശാസ്ത്ര കൂട്ടായ്മയിൽ നമ്മൾ കാണുമ്പോൾ ഒരു സദസ്സിൽ ഇരിക്കുക. നമ്മുടെ മരുവ പെങ്ങളുടെ മകൻ നമ്മൾ കാണുമ്പോൾ അമ്മാവൻ സ്വാഭാവികം എഴുന്നേൽക്കണം. പക്ഷെ അമ്മാവൻ എഴുന്നേൽക്കില്ലെന്ന് അറിയാം. അപ്പോൾ അമ്മാവൻ എന്താ പറയുക, മോൻ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ സദസ്സിൽ അമ്മാവൻ നാറുമോ? അതുപോലെ വെള്ളാപ്പള്ളി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, അടിയൊഴുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണിത്, ആരാണ് പറയിപ്പിക്കുന്നത്, അതിനുവേണ്ടി ഉത്തരം കൊടുക്കാൻ. രോഗത്തിനാണ് ചികിത്സ. രോഗം അറിഞ്ഞാൽ ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളാപ്പള്ളി ഈ പടുബുദ്ധനായ ഈ മണ്ട ഇത്രയും പറയണമെങ്കിൽ അത് പുറകിൽ ശക്തി ഉണ്ടെന്ന് എന്തേ നിങ്ങൾക്ക് ആക്കന്മാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കാത്തത്, ലീഗുകാരെ മനസ്സിലാക്കാത്തത്? അതിലൊന്നും പി ഡി പി ഇടപെടത്തില്ല. കാരണം അവർക്ക് അത് ഇല്ലാതെ പോയില്ല, അസ്തമിച്ച് പോയില്ല. അത് പോട്ടെ പറയണം. നിങ്ങൾ എന്ത് നേടി? ഇപ്പൊ കേരളത്തില് UDF-ഉം ലീഗല്ല, ലീഗ് ഒരു ഘടകകക്ഷി മാത്രമേ ഉള്ളൂ. ഒന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ ഇന്നും UDF-ന് കോൺഗ്രസ് തന്നെയാണ്. മുഖ്യമന്ത്രി കോൺഗ്രസ്സാണ്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും ഒക്കെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചു കാലം ലീഗ് കയറിയ, എന്നിട്ട് അവർ കൊടുത്ത് ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ധവളപ്പത്ത് ഇറക്കിയോ? ധവളപ്പത്ത് ഇറക്കി സത്യസന്ധമായിട്ട് കാര്യം പുറത്ത് ജനങ്ങളെ അറിയിക്കണ്ടേ? എന്നാലോ ശബരിമല പണം എടുത്ത് മുല്ലാക്കന്മാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരക്ഷം ജലീൽ ഉൾപ്പെടെ മിണ്ടിയില്ല. പിന്നെ മിണ്ടിയത് പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് 10 വോട്ട് കിട്ടിയ ശേഷം പിന്നെ പറഞ്ഞു ജലീൽ. ജലീലേക്ക് അത്ര അന്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായി പോയി. അല്ലാതെ ഇസ്ലാം മതമായിട്ട് ബന്ധം അല്ലെങ്കിൽ ദീനിയായിട്ട് ബന്ധം ഒന്നുമില്ല. വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല മൊത്തത്തിൽ. അല്ലെങ്കിൽ അത് പറയട്ടെ, ഞാൻ നാല് വകുപ്പ് മന്ത്രിയാണ്, എൻ്റെ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കട്ടെ. അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയട്ടെ, നിങ്ങളിപ്പോൾ അത് ശരിയല്ലെന്ന്. അതന്ന് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞപ്പോഴും ഇലക്ഷന് വോട്ട് കിട്ടിയ ശേഷം അപ്പോൾ 10 വോട്ട് ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളും കിട്ടിക്കോട്ടെ, അത് കള്ള ലക്ഷ്യം. ഇപ്പം തന്നെ ഇത്രയും സംഭവം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പറയണ്ടേ എന്താണ്? അങ്ങനല്ല, നിങ്ങൾ പറയുന്നല്ല. പെരിന്തൽമണ്ണയിൽ കണ്ണൂർ ഒക്കെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ പോട്ടെ, മൊത്തം സ്ഥാപനങ്ങൾ എടുത്താൽ ഇപ്പോഴും ക്രിസ്ത്യൻ സമുദായത്തിനും പിന്നെ ഈഴവനും നായർക്കോട്ടൻ്റെ 4-1 പോലും ഇല്ല. അത് 5000-ഓളം സ്കൂളുകളിൽ 1000 താഴെയാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ബാക്കി 3000, 2000, 2800 ആർക്കാണ്? നായർക്ക്, പിന്നെ ഈഴവർക്കൊക്കെയാണ്. നായർക്കാണ് ഏറ്റവും കുട്ടിയാണ്. ഞാനത് കുറ്റപ്പെടുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം കുറേ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഇല്ല, പണ്ട്. ഇപ്പം NSS ഒന്നും ശേഷമൊന്നുമില്ല. അപ്പം ഞാൻ അത് വെള്ളാപ്പള്ളി പറയുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കട്ടെ, അങ്ങനെ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അത് ആരാണ് ഉത്തരവാദി? 10 വർഷം ഭരിക്കുന്നത് പിന്നെ പിണറായി സഖാവാണ്. അല്ലെങ്കിൽ കൂടുതൽ കിട്ടും നായർ സമുദായം കിട്ടിയിട്ടുണ്ട്, അത് മിണ്ടുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കും ബുദ്ധിയുള്ള സമുദായ നേതാക്കൾ. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിൻ്റെ പുറകിലെ ചതി. ഇപ്പം സംഘപരിവാർ 100% വിജയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തൊക്കെ കരികൊല ഒഴിക്കുമെന്ന് പറഞ്ഞാലും ഇനി തല്ലിക്കൊല്ലു പറഞ്ഞാലും അവർ പറഞ്ഞെടുത്ത് കണക്കുകളെത്തി. എന്താണ് കണക്കുകൾ? ഇവിടെ ശക്തരായിരുന്ന ഈഴവ, പിന്നോക്ക, ന്യൂനപക്ഷ, ദളിത് ഐക്യം തകർത്ത് കളഞ്ഞാൽ കൊല്ലം നടക്കല്ലേ? കരിയൂര് മൂത്ത് ഒഴിക്കുന്നു പറഞ്ഞാൽ കൊലപാതകങ്ങൾ ഒരുപാട് കാര്യമാണ്. അങ്ങനെ ഒരു ലീഗുകാരും ഒരു കോൺഗ്രസ്സുകാരും കാക്കാൻ പറഞ്ഞില്ലേ? അതും യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അവരൊക്കെ എൻ്റെ മുമ്പിൽ കിട്ടിയല്ലോ, എൻ്റെ പിള്ളേരിൻ്റെ അവരെ അറപ്പടിക്കും മുഖത്തിന്. കാര്യം ഞാൻ വെള്ളപ്പള്ളി സ്നേഹത്തിനായിട്ടല്ല, ഞാൻ സമുദായത്തെ അത് ക്ഷീണം ചെയ്യും, UDF ക്ഷീണം ചെയ്യും. അതുപോലെ മറ്റു കാര്യങ്ങൾ ഓരോന്നും, മുസ്ലിം ലീഗിൻ്റെ കാര്യം നിങ്ങളെന്താണ് ഈ വ്യക്തമായിട്ട് ഉത്തരം പറയാത്തത്? അതല്ലേ പറയണത്. ഞങ്ങളുടെ ഭരണകാലത്ത്, നഹയുടെ കാലത്തും മറ്റേ സൂപ്പിയുടെ കാലത്തും ഒക്കെയാണ് ഈഴവനും കൊടുത്തതിൻ്റെ കണക്ക് നിറയിൽ നിങ്ങൾക്കൊരു ഒരു ധവള പത്രം നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടി എന്തെങ്കിലും കൂടിയെങ്കിലും ഇതാണ് സത്യം നിങ്ങൾ പറയണ്ടോ? നിങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. നിങ്ങൾക്ക് കലക്കി മീൻ പിടിക്കാവുന്ന വില, കുളം കലക്കി മീൻ പിടിക്കാവുന്നില്ല. നിങ്ങൾക്ക് വർഗീയത പറഞ്ഞതല്ല. നിങ്ങൾ 10 മുസ്ലിം കൂടെ നിൽക്കാനും മുസ്ലിം വോട്ട് കിട്ടാൻ നല്ലതാണ്. നിങ്ങൾക്ക് മറ്റൊരു വർഗീയമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വർഗീയം എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ടതാണ്. അതിനെ ഇവർ ചിന്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കാണ്. വോട്ട് ഭിന്നിച്ചു പോകണം. ഇപ്പം എന്താ ഫൈനൽസ് എന്താ അറിയോ? LDF-ന്റെ 80% വോട്ടും ഈഴവന് വോട്ട് LDF-ലാണ്. അത് ഏതാണ്ട് ഉറപ്പായി. മറ്റൊന്ന് 30-34 വർഷമായി ഇദ്ദേഹം എല്ലാം കൊണ്ടും ഈഴ വിഭാഗത്തിൽ ബുദ്ധിജീവികൾ ഇദ്ദേഹത്തെ പുറത്താക്കാൻ എല്ലാ പണി നടത്തി. ആ പണി നടത്തിയപ്പോഴാണ് വെള്ളാപ്പള്ളി പിണറായി കളിച്ചിങ്ങനെ പറഞ്ഞത്. അത് ഈ കാക്കാമ്പൽ ചാടിയേറ്റിപ്പോൾ എന്തോ പറ്റി? വെള്ളാപ്പള്ളി വീണ്ടും സെക്രട്ടറി ആവും. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ അന്തോണി സാറിനെ കുറിച്ച് ചില വിമർശനം പറയാറുണ്ട്.
പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ആലപ്പുഴ വെച്ചിട്ട്, ന്യൂനപക്ഷങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം, ഭൂരിപക്ഷത്തെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതും തെറ്റല്ല. പക്ഷേ ഉടനെ കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുത്തു. അത് ഞങ്ങളല്ല കുഞ്ഞാലിക്കുട്ടിയല്ല പറഞ്ഞു. ഇവിടെ 15% ക്രിസ്ത്യൻസിൽ 5% ദളിത് ക്രിസ്ത്യന്മാർ, 10% ക്രിസ്ത്യാനികളിൽ 4% സവർണ ക്രിസ്ത്യാനി, പിന്നെ റോമൻ കാത്തലിക്സ്. അവരുടെ മുന്നേറ്റം വളരെ വലുതാണ് എല്ലാ നിലക്കും. അതാണ് അന്തോണി ഉദ്ദേശിച്ചത്. പക്ഷെ അന്തോണി പറയാൻ കൊള്ളാവോ ഞാൻ പിന്നെ ക്രിസ്ത്യാനിയാണെന്ന്? അതല്ല. അപ്പം ന്യൂനപക്ഷമുണ്ട്, സർവ്വനാമത്തിൽ പറഞ്ഞ സപ്നാമത്തിൽ പറഞ്ഞില്ല. അതിനുശേഷം ലീഗർ കുഞ്ഞാക്ക ചാടിയേറ്റ് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴേ, എടോ കാക്ക നിങ്ങളെ കുറിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് കത്തോലിക്ക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആനോടി പറയാൻ പറ്റുമോ? ആണി കൊച്ചായി നാറി അവസാനം പുള്ളി ഡൽഹിക്ക് വിട്ടു. ഇതാണ് എടുത്തു ചാട്ടം. നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിപരം ചിന്തിച്ചുകൂടാ, പ്രാക്ടിക്കൽ ചിന്തിച്ചുകൂടാ? അല്ല, ആദ്യ സൂര്യ കാര്യമല്ലേ? അതെന്തിനാണ് നമ്മളത് എഴുതിയിട്ടില്ല കൊച്ചായത്? അത് അപ്പം നിങ്ങൾക്കും മുസ്ലിം ലീഗിനും ഉദ്ദേശം ചെറിയ ആ മേഖല അവർക്ക് ആകണം. മുസ്ലിം ലീഗ് കാണുന്ന മലപ്പുറം മാത്രം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്നാണ്. അത് ശരിയാണ്, നിങ്ങൾ ഇവിടെ ശക്തിയിൽ കുറച്ച് ഞാൻ പറ്റത്തില്ല. അതല്ലടോ ഇന്ത്യ എന്ന് പറഞ്ഞത്. നമ്മൾ 600 പോക്കൽ ഒരു പോക്കലുണ്ട് മലപ്പുറം, അതുപോലെ 599 പോക്കൽ വേറെ ഇന്ത്യയിൽ. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് സ്വാധീനമുണ്ട്? നിങ്ങൾ ആരറിയും? 100 വർഷമായില്ല, ഇപ്പോൾ 80 വർഷമായില്ല. 80 വർഷം നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു പേരുണ്ടാക്കിയോ? വർഷം 80 കഴിഞ്ഞല്ലേ? ഈ മുസ്ലിം സമുദായം മൊത്തം വിറ്റ് ജാമ്യപ്പെടുത്തി നിങ്ങൾ നേടിയില്ലേ? ഇപ്പം 30 സീറ്റ് ചോദിച്ചടക്കാണ്. ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറയുന്നറിയോ? ഇതിന് ഒരുപടി അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അത് മനസ്സിലാകുന്നില്ല. അതാണ് നിങ്ങൾ നോക്കൂ. ഇമ്പാല കാറില്ല, ബദിലൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ജനകീയമാണ്, ശാസ്ത്രീയമാണ്, മനഃശാസ്ത്രമാണ്, ഫിലോസഫിക്കലാണ്. ഞാൻ പറയല്ല മാത്രമല്ല, എൻ്റെ ഗ്രൂപ്പ് വലിയ ബുദ്ധിരാഷ്ട്രന്മാരാണ്. മുസ്ലിം ലീഗ് പേര് മാറ്റിയില്ലെങ്കിൽ ആപത്ത് വളരെ വലുതാണ്. എന്നിട്ട് ആഘോഷിക്കടേ ഞങ്ങൾക്ക് ഒത്തിരി രക്ഷപ്പെട്ടു, ഇത്ര പഞ്ചായത്ത് കിട്ടി. എടോ, നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ഒരു സമുദായത്തെ ആളല്ലേ? ഞാനത് ഒരു ചെറിയ വ്യാഖ്യാനം പറഞ്ഞാൽ, മലവെള്ളം ഒഴുകി വരാണ്. എൻ്റെ കയ്യിൽ 15 ലിറ്റർ കൊള്ളുന്നൊരു പാത്രമുണ്ട്, അല്ലെങ്കിൽ 20 ലിറ്റർ കൊള്ളുന്ന പാത്രമുണ്ട്. എത്ര മലവെള്ളം ഒഴുകി വന്നാൽ ആ 20 ലിറ്ററല്ലേ കൊള്ളുള്ളൂ? 21 കൊള്ളുമോ? അതുപോലെ മുസ്ലിം ലീഗ് നിങ്ങൾ എത്ര പറഞ്ഞാലും മുസ്ലിം സമുദായം മൊത്തം എടുത്താലും കേരളത്തിൽ 10-40% താഴ്ന്നത്. കേരളത്തിൽ വടക്ക് ഇന്ത്യ മൊത്തത്തിൽ 20% അത്രയല്ലേ കിട്ടുള്ളൂ. അതല്ലേ അപകടം. അവർ അങ്ങനെ ആകണം. ഇവിടുത്തെ സംഘം ഒരുപാട് ശ്രമിക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിങ്ങൾ മുഴുവൻ ഒരു ഗ്രൂപ്പ് ആവണമെന്ന് പറഞ്ഞത്. അവർക്ക് അപ്പോൾ 80% യോജിച്ച് നിൽക്കത്തല്ലോ, അവർ ആധിപത്യം എടുക്കാം. അല്ല, മുസ്ലിങ്ങൾ സംഘടിച്ചാലും BJPക്ക് ഒരു ഇഷ്ടക്കുറവില്ല, RSSനും ഇല്ല. മുസ്ലിമായിട്ട് സംഘടിക്കണം. ദേശീയധാരയിൽ വന്ന് സംഘടിക്കരുത്. അത് കോൺഗ്രസ് സമ്മതിക്കില്ല, മനോരമ പത്ര സമ്മതിക്കില്ല, സംഘപരിവാർ സമ്മതിക്കാൻ സമ്മതിക്കില്ല. അത് വേണ്ട. അത് ഞങ്ങളുടെ ഇവിടെ മനസ്സിലാക്കിക്കോ കാക്കന്മാരെ, ലീഗുകാരെ. ഇനി എത്ര മാസമുണ്ട് ഇലക്ഷന്? കുറേ ദിവസമല്ലേ ഉള്ളൂ. ബുദ്ധിമോശം. ആ സമുദായത്തെ ജാമ്യം നിർത്തി കോൺഗ്രസിൽ നക്കാപ്പിച്ച വാങ്ങി നിങ്ങൾ പോയിട്ട് എന്ത് പറ്റിയ അവസരം? ആ മുസ്ലിം ലീഗ് ഉപയോഗിച്ചിട്ട് 100 വർഷം 1948 തുടങ്ങിയത് ഇപ്പോൾ 26. എത്ര വർഷമായിട്ടും? 48 തൊട്ട് 42, 26, 66, 10-75 വർഷം കഴിഞ്ഞല്ലേ? 80 തുടങ്ങി BJP ഇന്ന് ഒറ്റക്കനെ ഭരിക്കല്ലേ? ഇന്ത്യ നയിക്കല്ലേ, നിയന്ത്രിക്കല്ലേ? നിങ്ങൾക്ക് എന്ത് സാധിച്ചു? ഒറ്റക്കൊറ്റെടുത്താൽ നിങ്ങൾ 20% ന്യൂനപക്ഷങ്ങൾ, 30% ന്യൂനപക്ഷങ്ങൾ. അതാണ് നിങ്ങളുടെ ഗ്രേഡ്. ന്യൂനപക്ഷത്തിലാണ് മുസ്ലിങ്ങൾ. ആ 30% നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റുമോ? ഇവിടെ 2% ബ്രാഹ്മിൻ ശക്തി നേടി, 8% യാതൊരു നേടി, 10-15%, 20% താഴെയുള്ള ദളിതുകൾ നേടി. ദളിതുകൾക്ക് 117, 120 MP-മാരെടുക്കും. അതാ റിസർവേഷൻ ഉള്ളതുകൊണ്ടല്ല, അവരുടെ കഴിവല്ല. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇതിന് ആമുഖമായിട്ട് പറഞ്ഞോളൂ. വെനിസ്വേലയിലെ ആക്രമണവും അമേരിക്ക ഇടപെടലും നിങ്ങൾ എന്ത് മനസ്സിലായെക്കുറിച്ച്? ഇറാനിൽ അമേരിക്കയും ഇസ്രായേൽ ലോബിയും കൂടി അവിടെ ആഭ്യന്തര സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് ഒന്നും പുറത്തു പോകരുത്. ന്യൂസ് എല്ലാം ഇങ്ങോട്ട് തിരിയണം. അതിൻ്റെ പേരിലാണ് വെനിസ്വേലയിൽ കൈയേറ്റി നടന്നത്. ഇറാനിൽ ചില പ്രശ്നം നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ അഹങ്കാരമുണ്ട്. ഇറാഖിനായാലും പോലെ, സദ്ദാമിനായാലും പോലെ കുറച്ചുകൂടി ഒതുങ്ങിയൊക്കെ നീക്കാൻ, വെല്ലുവിളിക്കാതെ ഒതുങ്ങി നിൽക്കട്ടെ അല്ലേ? അല്ലെങ്കിൽ അമേരിക്ക തകർക്കൂലേ? അമേരിക്ക സിസ്റ്റം അതാണല്ലോ. അമേരിക്ക ഇസ്രായേൽ കൂടി തകർക്കും. ഇപ്പം എന്തോ അവിടെ കുറച്ച് സംഭവം നടക്കുന്നുണ്ട്. പരസ്യ ന്യൂസ് പുറത്തു വരുന്നില്ല, വാർത്തകൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ വെനിസ്വേലയിലേക്ക് പോയി.
ഇതിൻ്റെ പുറകിൽ കളി നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ പിന്നെ ദിവസം പറയാം. അപ്പം ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. ഒരു കാര്യം പറയാം. നാളത്തെ നമ്മുടെ വിഷയം ചെമ്പർക്കി ജംഗ്ഷൻ വികസിപ്പിനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെക്കുറിച്ചും ഒരു 15-30 മിനിറ്റ് പറയുന്നൊരു കാര്യം പറയാം. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് വേണ്ടപ്പെട്ട അധികാരിയുടെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.